അമ്മാ, എന്താ മീനു, ഇന്ന് റെഡി ആയില്ലേ? ആ അമ്മേ, ഞാൻ റെഡിയാവുക. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെ അടുത്ത് ബഹളം ഉണ്ടാക്കുന്നേ? അമ്മ ഒന്ന് സമയം നോക്കിക്കേ, ഇപ്പൊ തന്നെ 8:15. ഇന്നും ആ ബസ് പോയിട്ടുണ്ടാവും. ഇന്ന് രാവിലെ എനിക്ക് മോക്ക് ടെസ്റ്റ് ഉള്ളതാ. അലാറം വെച്ച് കിടക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെങ്ങനാ നേരത്തെ പോകണമെങ്കിൽ ഒരു വാക്കുകൂടി പറയില്ല. എന്റെ പൊന്നമ്മേ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ അവനോടൊന്ന് ബസ് സ്റ്റോപ്പിലോട്ട് ആക്കാൻ പറ. ആ കേട്ടത് തന്നെ, നല്ല ആളോടാ പറയാൻ പോകുന്നേ. അമ്മ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്ക്. ആ അപ്പു, നീ അവളെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കിയേ. 9 മണിക്ക് എത്തേണ്ടതാ, ഇപ്പോൾ തന്നെ 8:15. അമ്മയൊന്ന് പോയേ, എനിക്കൊന്നും വയ്യ. അവളോട് തന്നെ അങ്ങ് പോകാൻ പറ. നിനക്കിന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, പിന്നെന്താ അവളെ ബസ് സ്റ്റോപ്പിലോട്ട് ആക്കിയാൽ? പിന്നെ അവക്ക് മാത്രം എന്താ ഇത്ര പുതുമ? ക്ലാസ്സിൽ ഇത്തിരി താമസിച്ചെത്തിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. 9 മണിയുടെ ക്ലാസ്സിന് 9:30 ഇറങ്ങുന്ന എന്നോടാണ് IS കാരുടെ കളി. അമ്മ ഒന്ന് നിർത്തിക്കേ. ഈ പോത്തിനോട് വേദം ഓതിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പോവാ. എടാ എടാടാ, പുറകിലവൻ. ഡാടാടാ, മെഡിക്കറ്റ് ഇടറാ. ഡാടാടാ. ചേച്ചി, ആ ചേച്ചി. ആ നീയോ? ചേച്ചി എന്താ വല്ലാതെ നിൽക്കുന്ന? എന്തേലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ലടി, രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാ, അതിന്റെ ആകും. നീ എങ്ങോട്ടാ? ഞാൻ ആ കട വരെ പോകാൻ ഇറങ്ങിയതാ ചേച്ചി. എങ്കിൽ ഞാൻ പോട്ടെ. ഞാൻ സപ്ലി ഫീസ് അടയ്ക്കാൻ പോവുക. ഈശ്വര, ഇപ്പൊ 2ാമത്തെ തവണയാണല്ലോ. എന്തായാലും ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയി നോക്കാം. പ്രിയടൊപ്പം മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടറെ, ഞാൻ ഒറ്റയ്ക്കാ വന്നേ. എന്താ ഡോക്ടറെ, എന്തേലും കുഴപ്പമുണ്ടോ? പലപ്പോഴായി ഹോസ്പിറ്റലിൽ വരണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ തീരെ വയ്യാതെ കൊണ്ട് വന്നതാ. പ്രിയ, ടെൻഷൻ ആവണ്ട. ഇതെനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ബ്ലഡ് ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജിലൂടെയാണ് പ്രിയ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷയൊന്നും ഇല്ലല്ലേ ഡോക്ടറെ? പ്രിയയുടെ മക്കളൊക്കെയോ? ഡോക്ടറെ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ മോളെ IAS ഓഫീസറെ കാണാന്നുള്ളത്. പക്ഷെ ഇതറിയുവാണെങ്കിൽ ഇതവളുടെ പരീക്ഷയെ ബാധിക്കും. വിഷമിക്കാതെ, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ട്. അമ്മേ, ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇത് എന്തൊരു ഉറക്കവാ ഇത്? ആ, നീ ഇറങ്ങിയോ? ഇപ്പൊ ആകെ ഒരു വയ്യായിക. സമയം പോകുന്നൊന്നും അറിയാൻ വയ്യ. അമ്മ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. വന്ന് വന്ന് ഭയങ്കര മടിയാ. അച്ഛനില്ലാതെ 2 മക്കളെ വളർത്തിയതല്ലേ, അതിന്റെ ആകും. അച്ഛനില്ലെങ്കിൽ എന്താ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയില്ലേ? ബാക്കിയൊക്കെ നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ നീ ഇറങ്ങാൻ നോക്ക്. ശരി അമ്മേ, ഞാൻ പോവാ. എടാ അപ്പു, ഞാൻ ഇറങ്ങുവാണേ. IAS ഒക്കെ ആയിട്ട് ഇവള് നമ്മളെ ഭരിക്കുന്നത് ഓർക്കാൻ കൂടി വയ്യ. നീ കളിയാക്കാതെ, അവൾ IAS ആയി നമ്മുടെ മുൻപിൽ വരും. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കമ്മേ. അവസാനം IAS ആയിട്ട് PA ആകണമെന്ന് പറഞ്ഞിട്ട് കാൽ പിടിക്കാനൊന്നും വന്നേക്കും. ആർക്കാവണം നിന്റെ PA? മോള് നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ട് വാ. അമ്മയുടെ എല്ലാ അനുഗ്രഹവും മോളുടെ കൂടെ കാണും. പോട്ടെ അമ്മേ. എടാ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. നിനക്കോ? കുഴപ്പമില്ല. എങ്കിൽ ഞാൻ പോട്ടെ. ഓക്കേടാ.
ഷീബാൻഡിയുടെ ഇത്ര മിസ് കോളോ? എന്തായാലും അമ്മയൊന്ന് വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലല്ലോ. എന്തായാലും ഒരു വോയിസ് ഇട്ടേക്കാം. ഹലോ അമ്മ, എനിക്ക് പരീക്ഷയ്ക്ക് എളുപ്പമായിരുന്നു, നന്നായിട്ട് എഴുതി. ഞാൻ ഇപ്പോൾ വീട്ടിലെത്തും, നമുക്ക് കാണാമേ. ഓക്കെ. ഇനി ആൻറ്റി ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ആൻറ്റി. മീനു, നീ എവിടാ? എന്നെ വിളിച്ചായിരുന്നോ? സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാ. നീ ഡോക്യുമെന്റ്സുമായിട്ട് പെട്ടെന്ന് വാ. എനിക്ക് പേടിയാവുന്നു മോളെ, നീ ഒന്ന് പെട്ടെന്ന് വാ. എനിക്ക് എന്ത് ചെയ്യണം ഇവിടെ. ഹലോ ഹലോ ആൻറ്റി, കേൾക്കുന്നുണ്ടോ? ഹലോ ആൻറ്റി, അമ്മയ്ക്ക് എന്ത് പറ്റി? ഹലോ ഹലോ. ഹലോ മീനു മോളെ, പ്രിയ. എന്തുപറ്റി? എന്താ എന്റെ അമ്മയ്ക്ക്? ഒന്ന് പറ, എന്താ പറ്റിയേ? മോളെ, ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു എന്നാ. മോളുടെ എക്സാമിനെ ബാധിക്കാതിരിക്കാനായിട്ട് അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. മോളെ, നീ എന്ത് വന്നാലും തളരരുത്. അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകും. നീ പഠിച്ച് വലിയ നിലയിലെത്തണം. അമ്മ ചുമ്മാ ഇരുന്ന് ഓരോന്ന് പറയാണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കേ. ഇപ്പൊ ആകെ ഒരു വയ്യായിക. സമയം പോകുന്നതൊന്നും അറിയാൻ വയ്യ. എടാ, നീ ഇന്ന് വൈകിട്ട് അമലിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരത്തില്ലേ? ആടാ, കാണും. കോളേജ് വിട്ട ശേഷം നേരിട്ടങ്ങ് ആടാ, പോവാം. ശരി. എടാ അപ്പു, നിനക്ക് 10-20 വയസ്സായി. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രായമായി. ബർത്ത്ഡേ പാർട്ടി ഫംഗ്ഷൻ എന്നും പറഞ്ഞ് ഇറങ്ങും. എഞ്ചിനീയറിംഗിനോട് ചേർത്ത് അവിടെയും സപ്ലി. എപ്പോഴും അങ്ങ് ഫോണില്ല. ബുക്ക് കൈകൊണ്ട് തൊടത്തില്ല. സ്വന്തം കാര്യം നോക്കി അവനവന് കൊള്ളാം. എന്റെ കാലം കഴിയുമ്പോ പഠിച്ചോളും. അമ്മയൊന്ന് പോയേ, അമ്മേരെ കാര്യം നോക്കി. ഞാൻ വൈകിട്ട് വരുന്നില്ലടാ, നിങ്ങള് പൊക്കോ. ഇനി ഞാനൊന്നും നടന്നാ ശരിയാവില്ലടാ. ഓക്കേടാ. ഹും.